നമസ്കാരം. ചരിത്രത്തിലാദ്യമായി കനത്ത വിജയമാണ് UDF നേടിയിരിക്കുന്നത്. അവരൊക്കെ കരുതിയിരിക്കുന്നത്, അതിൽ പലരും ഇപ്പോഴും കരുതിയിരിക്കുന്നത്, പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശന്റെ പ്രവർത്തന മികവ് കൊണ്ടാണ്, അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നയിച്ചതുകൊണ്ടാണ് ഇത്രയധികം വലിയൊരു വിജയം തങ്ങളെ തേടിയെത്തിയത്, UDFന് കരസ്ഥമാക്കാൻ കഴിഞ്ഞത് എന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല എന്ന് ഇപ്പോൾ സതീശന് വേണ്ടി വാദിക്കുന്നവർക്ക് പോലും അറിയാം എന്നുള്ളതാണ്. പിണറായി വിരുദ്ധ ഭരണവിരുദ്ധ വികാരമാണ് ആഞ്ഞടിച്ചത്. അതാണ് അവർക്ക് മറ്റൊരു ഓപ്ഷൻ ജനങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് അവർ UDFന് വോട്ട് ചെയ്തത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പോഴും അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. 4-ാം തീയതി വോട്ടെണ്ണൽ കഴിഞ്ഞു. ഇന്ന് തീയതി 13ആയി. ഏകദേശം 8 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. KC, RC, VD പക്ഷങ്ങൾ വളരെ ശക്തമായി തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി പിടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. മുമ്പെങ്ങുമില്ലാത്ത തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിൽ അണികൾ കാണിക്കുന്നത്. തെരുവുകളിൽ പോലും അണികൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത, മുമ്പെങ്ങും നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം പ്രതിഷേധങ്ങളാണ് മുഖ്യമന്ത്രിയായി വേണുഗോപാലിനെ നിയമിക്കണം, അല്ലെങ്കിൽ സതീശന് മുഖ്യമന്ത്രി സ്ഥാനം നൽകണം എന്നുള്ള തരത്തിൽ അണികളൊക്കെ തെരുവിൽ നടത്തിയത്. എന്ന് മാത്രമല്ല, ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഉയർന്നു. അതിനുശേഷം ഹൈക്കമാൻഡിൻ്റെ വിലക്കുണ്ടായി. അതിനുശേഷവും ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. പിന്നീട് ഈ മുതിർന്ന നേതാക്കളെ 3 പേരെയും, KC വേണുഗോപാലിനെയും ചെന്നിത്തലയെയും VD സതീശനെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. അവിടെ നിന്ന് കിട്ടിയ താക്കീതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ ബോർഡുകളും ഫ്ലെക്സുകളും ഒക്കെ നീക്കം ചെയ്തത്. അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ 2-3 ദിവസങ്ങൾ കടന്നുപോയി. എന്നാൽ വീണ്ടും ഈ മുഖ്യമന്ത്രി ആരാണെന്നുള്ള കാര്യം കണ്ടെത്തിയിട്ടില്ല. അതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോഴാണ് ഇന്നലെ KPCC അധ്യക്ഷൻ ചുമതല വഹിക്കുന്ന ബെന്നി ബെഹനാനെ ഇന്നലെ ഒരു വിവാഹ സ്ഥലത്ത് വെച്ച് കുറേ പ്രവർത്തകർ തടഞ്ഞത്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാത്തതിൻ്റെ കാരണമാണ് അവർ ചോദിച്ചത്. എന്നാൽ ബെന്നി ബെഹനാൻ പറയുന്നത് തന്നോട് പരിചയമുള്ള പ്രവർത്തകരാണ് തന്നോട് ഇക്കാര്യം സൗഹാർദ്ദപരമായി ചോദിച്ചത് എന്നാണ്. പക്ഷേ അവിടെ നടന്നത് അതാണെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ദൃശ്യങ്ങൾ പറയുന്നത് അത് തീർത്തും ബലപ്രയോഗത്തിലൂടെ, അല്ലെങ്കിൽ ആ ഒരു നേതാവിനോട് ചോദിക്കുന്ന രീതിയിലുള്ള, ആ ശൈലിയിലുള്ള ചോദ്യങ്ങളായിരുന്നില്ല പ്രവർത്തകർ അവിടെ ചോദിച്ചത് എന്നുള്ളതാണ്. സുൽത്താൻ ബത്തേരിയിൽ പതിച്ചിരിക്കുന്ന പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് അമേഠി ആവർത്തിക്കും എന്നുള്ളതാണ്. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിയാൽ അമേഠിയായി വയനാട് മാറും, പ്രിയങ്ക ഗാന്ധി പിന്നീട് ഇങ്ങോട്ട് മത്സരിക്കാൻ വരണ്ട എന്നുള്ള തരത്തിലാണ് ആ പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. വേണുഗോപാൽ ഹൈക്കമാൻഡിനും പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ വേണ്ടപ്പെട്ടയാളായിരിക്കാം. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സതീശനെ കൊണ്ടുവരണം എന്നുള്ള തരത്തിലാണ് പോസ്റ്ററുകൾ നിറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു തരത്തിൽ വലിയ അപകടത്തിലേക്കാണ് ഈ പോക്ക്. കാരണം ഇപ്പോഴും എല്ലാ വിലക്കുകളെയും ലംഘിച്ചുകൊണ്ട് പോസ്റ്ററുകൾ പതിക്കുന്നതും തെരുവിലിറങ്ങുന്നതും സമൂഹ മാധ്യമത്തിലൂടെയൊക്കെ വാദിക്കുന്നതും ഒക്കെ VD സതീശൻ അനുകൂലികളാണ്. അതൊരിക്കലും അവർ സ്വമനസ്ഥാലെ വാദിക്കുന്നതാണ് എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. ഒരു തരത്തിൽ പാർട്ടി ഹൈജാക്ക് ചെയ്യുകയാണ് VD സതീശൻ പക്ഷം. പാർട്ടി, അതായത് UDF കോൺഗ്രസ് പാർട്ടി VD സതീശനിലേക്ക് ഒതുങ്ങി പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. സമാനമായി മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. CPM പിണറായി വിജയൻ്റെ കൈകളിലേക്ക് ഒതുങ്ങിയതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ നേരിട്ട കനത്ത തോൽവിയും പിന്നീട് പിണറായി വിജയനും മറ്റ് നേതാക്കൾക്കുമൊക്കെ സംഭവിച്ചിട്ടുള്ള ഈ ഒരു അപജയവുമൊക്കെ. മുസ്ലിം ലീഗിൻ്റെ ശക്തമായിട്ടുള്ളൊരു പിന്തുണ കൂടി സതീശനുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗും സതീശനും ചേർന്നിട്ടുള്ള ഒരു സമവാക്യം രൂപപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇത്തരത്തിൽ സതീശന് ശക്തമായിട്ടുള്ളൊരു പിന്തുണ കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെ രഹസ്യം ഇപ്പോഴും അറിയില്ല. അതിൻ്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും അറിയില്ല. കാരണം അങ്ങനെ പിന്തുണ കൊടുക്കേണ്ടിയിരുന്നെങ്കിൽ തന്നെ അത് രമേശ് ചെന്നിത്തലയ്ക്കാണ്. കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് പതിറ്റാണ്ടുകളായി പാണക്കാട് തങ്ങളുമാരുമായിട്ടും അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നേതാക്കളുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരാളാണ്. അദ്ദേഹത്തെ പിന്തുണയ്ക്കാതെ, അദ്ദേഹത്തിൻ്റെ പേര് ചർച്ചയിൽ പോലും കൊണ്ടുവരാതെ മനഃപൂർവ്വം ഒഴിവാക്കി നിർത്തിക്കൊണ്ട് VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് ലീഗ് വാശി പിടിക്കുന്നതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട്. അപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടി ഹൈജാക്ക് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കാരണം ഈ മുസ്ലിം ലീഗും VD സതീശൻ പക്ഷവും കൂടി ഒന്നിച്ചാൽ മറ്റുള്ളവർക്ക് ശബ്ദിക്കാൻ കഴിയാത്ത അവസ്ഥയിലാകും. CPMൽ പിണറായി വിജയൻ്റെ ആധിപത്യം എങ്ങനെയായിരുന്നോ ആ ആധിപത്യമായി VD സതീശൻ കോൺഗ്രസിൽ മാറും. അത് പാർട്ടിക്ക് ദോഷം ചെയ്യും. അടുത്ത തവണ, അതായത് 2031 ആകുമ്പോഴേക്കും ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ ഇതായിരിക്കില്ല. ഇപ്പോൾ ഇത് സതീശൻ്റെ പ്രവർത്തന മികവ് കൊണ്ടല്ല ഇത്തരത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അത് പിണറായി വിരുദ്ധ ഭരണവിരുദ്ധ വികാരം കൊണ്ടുതന്നെയാണ്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും മനസ്സിലായില്ല എന്ന് നടിച്ചുകൊണ്ടാണ് ഈ സതീശൻ പക്ഷം ഇപ്പോഴും സതീശന് വേണ്ടി വാദിക്കുന്നത്. പാർട്ടി ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങിപ്പോകുന്നത് അപകടമാണ്. അതിൻ്റെ തെളിവാണ് പിണറായി വിജയനും CPMും. അത് മനസ്സിലാക്കിയാൽ നല്ലത്. സതീശൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം പ്രതിപക്ഷ നേതാവായിരുന്നു കൊണ്ട് കഴിഞ്ഞ 5 കൊല്ലം തനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് സതീശൻ നമുക്ക് തെളിയിച്ചു തന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി പ്രതിപക്ഷ നേതാവായിരുന്നത് കൊണ്ട് മാത്രം മുഖ്യമന്ത്രിയാകുമ്പോൾ ഇവിടെ ഒരു അത്ഭുതവും സംഭവിക്കുന്നില്ല. കാരണം
4-5 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ കലാപമുണ്ടാക്കിയാണ് സതീശൻ രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കി അവിടെ കയറിപ്പറ്റിയത്. പക്ഷേ കഴിഞ്ഞ ഇത്രയും കാലങ്ങൾക്കിടയിൽ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഒക്കെ പ്രതിരോധത്തിലാക്കാവുന്ന പല വിഷയങ്ങൾ കിട്ടിയിട്ടും അതൊന്നും അദ്ദേഹം അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താതെ ഒരു കോടതിയിൽ പോലും പോകാതെയാണ് സതീശൻ ഇതുവരെ നയിച്ചു കൊണ്ടുപോയത്. സതീശൻ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ എന്താണ് ചെയ്തത് എന്ന് അണികൾ ചിന്തിക്കണം. എന്തായാലും പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നത് അപകടമാണ്. പ്രത്യേകിച്ചും ഹൈക്കമാൻഡിനെ പോലും സമ്മർദ്ദത്തിൽപ്പെടുത്തി മുഖ്യമന്ത്രി സ്ഥാനം നേടിയെടുക്കാനുള്ള ആ ഒരു പ്രവണത അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അത് സതീശൻ എന്നൊരു വ്യക്തിയിലേക്ക് ഒതുങ്ങിപ്പോകും, സതീശന്റെ പിന്നിലുള്ളവരിലേക്ക് ഒതുങ്ങിപ്പോകും. അത് മനസ്സിലാക്കിയാൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ നല്ലത്. കാരണം CPM അണികൾ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊരവസ്ഥയിലാണ്. ഭരണമുണ്ടായിരുന്നപ്പോൾ, പാർട്ടിക്ക് ശക്തി ഉണ്ടായിരുന്നപ്പോൾ അവരൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത് മനസ്സിലാക്കി ഇത്തരത്തിലുള്ള പ്രവണതകൾ വെച്ച് പൊറുപ്പിക്കാൻ അണികൾ സമ്മതിക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.